ബിഗ് ബോസ് ഷോയുടെ ഒരു പ്രത്യേകത തുടങ്ങുമ്പോൾ കത്തിക്കയറി നിന്നവരായിരിക്കില്ല ചിലപ്പോൾ ഷോ അവസാനിക്കുമ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത്. ചിലർ തുടക്കത്തിൽ തന്നെ തങ്ങളുടെ തന്ത്രങ്ങളെല്ലാം പുറത്തെടുക്കുമ്പോൾ മറ്റു ചിലർ ആലോചിച്ച് ഉറപ്പിച്ച് മെല്ലെ മെല്ലുകയാകും കളത്തിലിറങ്ങുക. അത്തരത്തിൽ ഒരാളാണ് നൂറ. തുടക്കത്തിൽ നൂറ സംസാരിക്കുന്നില്ലെന്നും ആദിലയുടെ നിഴലായി നിൽക്കുകയാണെന്നും പരാതികൾ പൊതുവെ ഉയർന്നത്. നൂറ അധികം സംസാരിക്കാത്ത ആളാണോ എന്ന് അവതാരകനെ മോഹൻലാൽ ഉൾപ്പെടെ ചോദിച്ചിരുന്നു. പിന്നീട് ഫയറാകുന്ന നൂറയാണ് പ്രേക്ഷകർ കണ്ടത്. കത്തിക്കയറി എതിരാളികൾ പോരടിക്കുന്ന നൂറ വളരെ പെട്ടെന്ന് തന്നെ ബിഗ് ബോസിൽ കളം നിറഞ്ഞു. ഇപ്പോഴിതാ മികച്ച ഗെയിം തന്ത്രങ്ങളാണ് നൂറ പയറ്റിയെന്ന് പറയാണ് ആരാധകർ എല്ലാവരും. ഏറ്റവും കൂടി ഹൗസിൽ നടക്കുന്ന നൂതില കമ്പനി ടാസ്കിൽ നൂറയുടെ പ്രകടനത്തെ ആരാധകർ വാഴ്ത്തുകയാണ്. ഇത് സംബന്ധിച്ച് ബിഗ് ബോസ് ഗ്രൂപ്പിൽ പങ്കുവച്ച കുറിപ്പുകൾ ഇങ്ങനെ: നൂറ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ. അറിയാത്ത വായിൽ നിന്നും ബിഗ് ബോസ് കൺസെഷൻ റൂമിൽ നിന്ന് തനിയെ വിളിച്ചു വരുത്തി ഒരു കാര്യം പറഞ്ഞിരുന്നു എന്ന് ഒന്നാം ദിവസം ടാസ്ക് കഴിഞ്ഞ് നൂറയുടെ വായിൽ നിന്നും വന്നപ്പോൾ നൂറ തീർന്നു എന്ന് കരുതിയിരുന്നു. പക്ഷേ ഇന്ന് നടന്ന രണ്ടാം ദിനത്തിൽ അക്ബർ ആൻഡ് ടീം നൂറയ്ക്ക് എതിരെ നിന്ന് ടാസ്ക് കുളമാക്കിയപ്പോഴും നൂറയുടെ പവേഴ്സ് നഷ്ടപ്പെടും എന്ന് കരുതിയിരുന്നപ്പോൾ ബിഗ് ബോസ് ട്വിസ്റ്റ് ഇട്ടു. കൂടുതൽ കറുപ്പ് കോയിൻ ആർക്കാണ് കിട്ടുന്നത് അവൻ ഡയറക്റ്റ് എവിഷനിലേക്കെന്ന്. അവിടെയാണ് നൂറ എന്ന ബുദ്ധിമതിയായ ഗെയിമറുടെ ബുദ്ധി. അക്ബറിന് 2 കോയിൻ കൊടുക്കാതെ 1 കോയിൻ കൊടുത്ത് അഭിലാഷിന് 2 കോയിൻ കൊടുത്തു. ഇനി മൂന്നാമത്തെ ദിവസം ടാസ്കിൽ 3 ബ്ലാക്ക് കോയിൻ കിട്ടുമായിരിക്കും. അതിൽ പ്രധാന ഇടങ്ങളായി അക്ബർ 1, ഇപ്പോൾ 2 കോയിൻ ലഭിച്ചു. ഇനി നൂറയെ വെറുപ്പിച്ച 2 കൂടി തനിക്ക് നൂറ തന്നു എവിക്ഷന് പോകുമോ എന്ന് പേടി കാരണം അക്ബറിന്റെ നൂറ പൊട്ടി. കത്തി നിന്ന് അപ്പാനി പോയപ്പോൾ തനിക്ക് വെളിയിൽ നെഗറ്റീവാണ് എന്ന പേടി അക്ബറിന്റെ ഉള്ളിലുണ്ട്. 2 അഭിലാഷ്. നിലവിൽ 2 കറുപ്പ് കോയിൻ ലഭിച്ച അഭിലാഷ് ഇനി അടുത്ത ദിവസം എങ്ങനെ കോയിൻ വാങ്ങാതെ നോക്കും? ആ കോയിനുകൾ വാങ്ങി ആരുടെയെങ്കിലും തലയിൽ അടിക്കാനുള്ള കളികളാണ് നടക്കുക. ബുദ്ധിമായ അക്ബർ ആ കെണിയിൽ വീഴില്ല എന്നറിയാവുന്ന അഭിലാഷ് ഒന്നെങ്കിൽ മസ്താനെ കരുവാക്കി പിരികയറ്റി വിടും. ഒനിയൽ. മിക്കവാറും സേഫ് ഗെയിം കളിക്കുന്ന ഒനിയൽ നൂറയെ വെറുപ്പിക്കാൻ ചാൻസ് കുറവാണ്. പോരാത്തതിന് അക്ബറും നൂറയുടെ പക്ഷത്തേക്ക് ചാടുമ്പോൾ ആപ്പിലാകാതെ ഇരിക്കാൻ ഒനിയലും നൂറയുടെ മുന്നിൽ അടിവേറ് പറയും. പിന്നെ മസ്താനി, ലക്ഷ്മി, അക്ബർ എന്നിവർ എതിരെ ഉണ്ടെങ്കിലും ഒരു പരിപാടിയും നടക്കില്ല. രണ്ടുപേർക്കും മനസ്സിലാകും. ഇവരെയെല്ലാം കൊണ്ട് രണ്ടാം ദിവസവും സംഭവിച്ച കേടുപാടാൻ നൂറ മൂന്നാം ദിവസം ടാസ്ക് പൂർത്തിയാക്കും.